ഹായ് ഹലോ നമസ്കാരം. ഞാൻ സുമി പ്രശാന്ത്. മിറാക്കിൾ മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഞാൻ രചനയും സംവിധാനവും നിർവഹിച്ച ചുഴി എന്ന 1 മണിക്കൂർ വരുന്ന ഷോർട്ട് മൂവി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. മിറാക്കിൾ മീഡിയ എന്റർടൈൻമെന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ചുഴി ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. ഏകദേശം 4 മാസത്തിൽ കൂടുതലായി ചുഴിയുടെ വർക്കുകൾ പൂർത്തിയായിട്ട്. ജനുവരി അവസാന വാരമാണ് എല്ലാ വർക്കുകളും പൂർത്തിയായി ചുഴി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എന്നിട്ട് ഇത്രയും വൈകിയത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ചുഴി കുറച്ച് ഫെസ്റ്റിവൽസിന് അയച്ചിട്ടുണ്ടായിരുന്നു. കൊമ്പന് നെറ്റിപ്പട്ടം പോലെ ഞങ്ങളുടെ ചുഴിക്ക് മുന്നിലും കുറച്ച് ടൈറ്റിൽ കാർഡ്സ് വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങൾക്ക് ആ ഒരു സന്തോഷം പങ്കിടാൻ പറ്റുന്നു. ഏകദേശം 9 അവാർഡുകളോളം ചുഴിക്ക് നേടാൻ കഴിഞ്ഞു. ദേശീയ തലത്തിലും ഇന്റർനാഷണൽ ലെവലിലും ഞങ്ങൾക്ക് അവാർഡുകൾ നേടാൻ കഴിഞ്ഞു. ആ ഒരു സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. പിന്നെ ഫെബ്രുവരി 8-ാം തീയതിയും മാർച്ച് 17-ാം തീയതിയും 2 റിവ്യൂ ഷോകൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. ഒന്ന് തിരുവനന്തപുരം തമ്പാനൂർ ശ്രീനിള കൈരളിയിലെ ശ്രീ തിയേറ്ററിലും പത്തനാപുരം സീമ തിയേറ്ററിലും വെച്ച് 2 ഷോകൾ ഞങ്ങൾ നടത്തി. ഏകദേശം 500ഓളം പേർ ഷോയിൽ പങ്കെടുത്തു. അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ കേരളം മൊത്തമുള്ള മലയാളികൾക്ക് മുന്നിലേക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമ റിലീസ് ചെയ്യുകയാണ്. 1 മണിക്കൂർ വരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. 15 മിനിറ്റുള്ള ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിമായിട്ട് പ്ലാൻ ചെയ്തത് പല കാരണങ്ങൾ കൊണ്ട് കഥയുടെ ലെങ്ത് കൂടി, ഷെഡ്യൂളുകൾ കൂടി, 3 ഷെഡ്യൂളായിട്ടാണ് ഞങ്ങളത് പൂർത്തിയാക്കിയത്. 7 ദിവസം കൊണ്ടായിരുന്നു. 3 ഷെഡ്യൂളുകളിലും കൂടി 7 ദിവസം ആയിരുന്നു ഷൂട്ടിങ്. രാത്രിയും പകലും ഉറക്കവും കളഞ്ഞും മഴ നനഞ്ഞും കഷ്ടപ്പെട്ടെടുത്ത ഒരു കുഞ്ഞു സിനിമയാണ്. ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്നെങ്കിലും അതൊരു സിനിമയ്ക്ക് തുല്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ലെങ്ത് അല്പം കുറവാണെന്നേ ഉള്ളൂ. ഒരു സിനിമയുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഏകദേശം 1.5 വർഷത്തോളം എടുത്തു എല്ലാ വർക്കുകളും പൂർത്തിയാക്കി ചുഴി ഞങ്ങളുടെ കയ്യിലെത്താൻ. ആ ഒരു എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഒരു ക്ലീഷേ സബ്ജക്റ്റ് തന്നെയാണ്. ഹൊറർ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന മൂവിയാണ്. എങ്കിലും ഞാൻ എന്നാലാവും വിധം അതിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയമായി എന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. എന്ത് തന്നെയായാലും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, എന്ത് തന്നെയാണ് തോന്നുന്നതെങ്കിലും അത് ഞങ്ങളുടെ സിനിമയ്ക്ക് താഴെ ഒരു വരിയായെങ്കിലും കുറിക്കുക. അത് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനമായിരിക്കും. ഇനി അടുത്ത വർക്കിലേക്കുള്ള ഒരു ചുവടുകൂടിയാണ് ചുഴി എന്ന് പറയുന്നത്. ഞാൻ സ്വതന്ത്രമായി സംവിധാനം ചെയ്ത ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് ചുഴി. അടുത്ത എൻ്റെ വർക്ക് ചുഴിയുടെ റിലീസിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു, ലൊക്കേഷനൊക്കെ ഏകദേശം ആയി വരുന്നു, ആർട്ടിസ്റ്റുകളെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ മിറാക്കിൾ മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സുമംഗലി ഭവ എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അത് 20 മിനിറ്റ് ആണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം. അത് പിച്ച് വെക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ തന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പഠിക്കാനായിട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാം. അത് ഡയറക്ഷൻ എന്തോ ആണെന്നോ സിനിമ എന്തോ ആണെന്നോ സിനിമയ്ക്കുള്ളിൽ എന്താണെന്നോ അറിയാത്ത ഒരു സമയത്ത് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം ആയിരുന്നു സുമംഗലി ഭവ. രണ്ടാമത് ഞാൻ ചെയ്തത് ഗൗരി എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി പോലത്തെ ഒരു മൂവി ആയിരുന്നു. അത് ഷോർട്ട് ഫിലിം തന്നെ, 20 മിനിറ്റ് ഉള്ളത്. പക്ഷേ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നത് കാരണം അത് ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ചുഴിക്ക് ശേഷം എന്തായാലും ഗൗരിയും ഈ ചാനലിൽ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇത് എൻ്റെ 3ാമത്തെ വർക്കാണെങ്കിലും ഒരു സിനിമയ്ക്ക് തുല്യമാണ് ചുഴി. അത്രയും എഫേർട്ടും ഒരുപാട് പേരുടെ കഷ്ടപ്പാടുമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമ. തിയേറ്റർ റിലീസ് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കുറച്ച് ലെങ്ത് കുറഞ്ഞു പോയി, അതുകൊണ്ട് അതിന് സാധിച്ചില്ല. കുറേയധികം ഫെസ്റ്റിവൽസിനെല്ലാം പോയി. ഞങ്ങൾക്ക് 9 അവാർഡുകളുമായിട്ടാണ് ചുഴി തിരിച്ചു വന്നത്. ആ ഒരു സന്തോഷവും അഭിമാനവും എല്ലാം കൂടി ചേർന്ന ഒരു വല്ലാത്തൊരു വികാരമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറയുമ്പോൾ. വളരെ വളരെ നല്ലൊരു ടീമായിരുന്നു ചുഴിയുടേത്. അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളാണേലും പുതുമുഖങ്ങളാണെന്ന് പറയാം, എങ്കിലും അവരും ഷോർട്ട് ഫിലിം, പരസ്യം, സീരിയലുകളും ഒക്കെ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും, എങ്കിലും ഇത്രയും വലിയൊരു സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ചിലർ. പിന്നെ ഞങ്ങളുടെ ചുഴിക്ക് ശേഷം സിനിമയിൽ അവസരം കിട്ടിയവരും ഉണ്ട് ഇതിൽ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. മുഖപരിചയമുള്ളവരുണ്ടാവും, കുടുംബ സീരിയലുകളിൽ അഭിനയിക്കുന്നവരുണ്ട്.
പിന്നെ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുന്നവരുണ്ട്, കോമഡി ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 12 പേരാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്, ചൈൽഡ് ആർട്ടിസ്റ്റുകൾ സഹിതം. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം എല്ലാം സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ചുഴി ഇറക്കിയിരിക്കുന്നത്. പിന്നെ തുടക്കക്കാരി എന്ന നിലയിൽ ചെറിയ ചെറിയ പോരായ്മകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി. അതെല്ലാം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം ഒപ്പം. അപ്പോൾ നമുക്ക് റിലീസിൻ്റെ അന്ന് കാണാം. അതുവരെയുള്ള എല്ലാ അപ്ഡേഷനും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.